വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസമായി ഉപ്പുമുളകും ആരാധകരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഉപ്പുമുളകിലോട്ട് സിദ്ധു തിരിച്ചു വരുന്നു എന്നൊരു വാർത്ത നീലു പുറത്തുവിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ പുറത്തുവിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കറിയാം അതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ് എന്ന്. അത് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്ന എല്ലാവരും അഡ്വർടൈസ്മെൻറ്റ് ഭാഗമായിട്ട് ഇവരെല്ലാവരും അവിടെ ഒരുമിച്ചതാണ്. ഉപ്പുമുളകിന് ഇതുവരെ സിദ്ധുവിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അന്ന് തന്നെ വേറൊരു ഫോട്ടോ കൊണ്ട് റിലീസായിട്ടുണ്ടായിരുന്നു. മുടിയൻ പാറമട വീട്ടിൽ വെച്ച് ഫുൾ ഉപ്പുമുളകും ഫാമിലിയോടുകൂടി നിൽക്കുന്നത് പോലത്തെ. മുടിയൻ തിരിച്ചെത്തി എന്ന രീതിക്ക് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഫോട്ടോ തന്നെയാണ്. മുടിയൻ തിരിച്ചെത്തിയതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. മുടിയൻ തിരിച്ചു വന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നോ, ഇനി എപ്പോഴാണ് മുടിയൻ്റെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മുടിയനും ചാനലുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാലുവും ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയനും ചാനലുമായിട്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല, കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാൽ മുടിയൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ്. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് മുടിയൻ ഉപ്പുമുളകും സെറ്റിൽ വന്നിരിക്കുന്നതും ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നതും എല്ലാവരുമായിട്ടുള്ളതെല്ലാം. അപ്പോൾ എല്ലാവർക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് മുടിയൻ്റെ എപ്പിസോഡ് എപ്പോഴാണ് വരിക, മുടിയൻ ഷൂട്ടിങ്ങിലാണോ പങ്കെടുത്തത് എന്ന രീതിക്ക്. മുടിയൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനല്ല ഉപ്പുമുളകും സെറ്റിലോട്ട് വന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ച മുടിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ അനുബന്ധിച്ച് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഉപ്പുമുളകും സെറ്റിലോട്ട് മുടിയൻ വന്നതാണ്. അല്ലാതെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനല്ല മുടിയൻ വന്നത്. മുടിയനിപ്പോൾ ഉപ്പുമുളകിലോട്ട് വരാൻ ഒഫീഷ്യലി സാധിക്കുന്നതല്ല. എല്ലാ പ്രശ്നങ്ങളും തീർന്നാലും മുടിയന് വരാൻ സാധിക്കുന്നതല്ല. കാരണം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തോളമുള്ള അഗ്രിമെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയന് തിരിച്ചു വരാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ശ്രീകണ്ഠൻ നായർ സാറുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞാലും മുടിയന് ഒഫീഷ്യലി ഉപ്പുമുളകിലോട്ട് വരാൻ സാധിക്കില്ല, ലീഗലി സാധിക്കില്ല. ഉപ്പുമുളകിൽ നിന്നല്ല വേറെ ഒരു സ്വകാര്യ ചാനലിലോട്ട് മുടിയന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുടിയൻ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല, വെറുതെ ഒരു ലൊക്കേഷൻ വിസിറ്റ് മാത്രമാണ്. മുടിയൻ്റെ എപ്പിസോഡ് നമുക്കിനി എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു കോൺട്രാക്ട് പീരീഡ് കഴിയുന്ന ഓൾമോസ്റ്റ് മാർച്ച് ആവും. അതായത് 2025 മാർച്ചിന് ശേഷമേ മുടിയൻ ഉപ്പുമുളകിൽ ജോയിൻ ചെയ്യുകയുള്ളൂ. അതിന് ശേഷമേ നമുക്ക് എപ്പിസോഡ് കാണാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും തൽക്കാലം ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുടിയന് ഒഫീഷ്യലി ഉപ്പുമുളക് എന്നൊരു പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. അതുകൂടാതെ ഈ വരുന്ന ഓണം സമയത്തൊക്കെ വരുന്ന അഡ്വർടൈസ്മെൻറ്റും കാര്യമൊക്കെ നമുക്ക് ഉപ്പുമുളകും ഫുൾ ഫാമിലിയോടെ തന്നെ കാണാം. പിന്നെ ഇനി സ്റ്റോറിയിൽ വല്ല മാറ്റങ്ങൾ, അതായത് മുടിയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് സ്റ്റോറിയിൽ വല്ല മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ 4 പിള്ളേർ എന്ന രീതിക്ക് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് 5 പിള്ളേരാണ്, മുടിയൻ ഗൾഫിലാണ് എന്ന രീതിക്കൊക്കെ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അത് കാര്യം ഡൗട്ടാണ്. മുടിയൻ തിരിച്ച് വരാതെ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവില്ല. നമുക്കറിയാം സീസൺ 2 ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഉണ്ട് എന്ന രീതിക്ക് പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സീസൺ 3 ഇപ്പോൾ ശ്രീകുട്ടനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മുടിയനും വരാൻ ചാൻസസ് ഉണ്ട്. ഏതായാലും ഇപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളെല്ലാം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. അല്ലാതെ മുടിയൻ ഉപ്പുമുളകിൽ ഒഫീഷ്യലി തിരിച്ചു വന്നിട്ടില്ല. വെറുതെ ഒരു ലൊക്കേഷൻ വിസിറ്റ് മാത്രമായിരുന്നു, അതിൻ്റെ ഫോട്ടോ മാത്രമായിരുന്നു അത്. പിന്നെ മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദിയയും തിരിച്ചു വരുമ്പോൾ. ദിയ തിരിച്ചു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് മുടിയൻ വന്നു കഴിഞ്ഞാൽ. ഏതായാലും നമുക്ക് അവരെ 2025 എക്സ്പെക്ട് ചെയ്താൽ മതി. ഈ കൊല്ലം ഇങ്ങനെ മാത്രമേ ഷോ പോകത്തുള്ളൂ. ഏതായാലും നിങ്ങൾ ഇവർ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ളൊരു റീ എൻട്രി, അതായത് ദിയയുടെയും മുടിയൻ്റെയും ഒരുമിച്ചുള്ളൊരു റീ എൻട്രി കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.